വിദ്വേഷ പ്രസംഗത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കില്ല എന്ന വാർത്തയാണ് വരുന്നത്. വിദ്വേഷ പ്രസംഗത്തിൽ പി.സി. ജോർജിനെതിരെ കേസെടുക്കില്ല. 400 പെൺകുട്ടികളെ മതം മാറ്റിയെന്ന് പ്രസംഗിച്ച സംഭവത്തിൽ കേസ് എടുക്കേണ്ടതായി ഒന്നുമില്ല എന്നുള്ളതാണ് പോലീസിന്റെ നിലപാട്. വിവരങ്ങളുമായി ഗോകുൽ രമേശാണ് ചേരുന്നത് കോട്ടയത്ത് നിന്ന്. ഗോകുൽ, കൃത്യമായ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണോ പോലീസ് ഈ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് യൂത്ത് ലീഗാണ് പരാതി നൽകിയിരിക്കുന്നത് എന്നാണ്. അവരുടെ തുടർ നടപടി എന്താണ്? ലക്ഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസ് കൃത്യമായിട്ട് നിയമോപദേശം തേടിയിരുന്നു ഈ വിഷയത്തിൽ. പി.സി. ജോർജിനെതിരായിട്ട് കേസെടുക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ ആ പരാമർശങ്ങളിൽ എന്നുള്ള കാര്യത്തിൽ. എന്തായാലും അതിൻ്റെ ആ നിയമോപദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേസെടുക്കേണ്ടതായിട്ടില്ല എന്നുള്ളൊരു തീരുമാനത്തിൽ ഇപ്പോൾ നിലവിൽ പാലാ പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗത്തിൽ കേസെടുക്കാൻ തക്കവണ്ണമുള്ള ഒന്നുമില്ല എന്നുള്ള കണ്ടെത്തലാണ് പോലീസ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും മതവിദ്വേഷം ജനിപ്പിക്കുന്നതോ അല്ലെങ്കിൽ കലാപാഹ്വാനം ജനിപ്പിക്കുന്നതോ ആയിട്ടുള്ള രീതിയിലുള്ള പരാമർശങ്ങൾ പാലായിൽ നടന്നിട്ടുള്ള ആ ഒരു പരിപാടിയിലെ പ്രസംഗത്തിൽ പി.സി. ജോർജിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വിലയിരുത്തിയിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്തായാലും കേസ് നടപടികളിലേക്ക് പോകേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ പാലാ പോലീസ് ഇപ്പോൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. മുസ്ലിം യൂത്ത് ലീഗ് തന്നെയായിരുന്നു പി.സി. ജോർജിനെതിരായിട്ട് ഈ കേസിലും പരാതി നൽകിയിരുന്നത്. മുമ്പ് ചാനൽ ചർച്ചാ വിഷയത്തിലും യൂത്ത് ലീഗ് തന്നെയായിരുന്നു പരാതി നൽകുകയുണ്ടായത്. ഇത് പാലായിൽ KCBC സംഘടിപ്പിച്ചൊരു ലഹരി വിരുദ്ധ സമ്മേളനത്തിലായിരുന്നു പി.സി. ജോർജ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു പ്രസ്താവന നടത്തിയത്. അതായത് മീനച്ചിൽ താലൂക്കിൽ മാത്രം 400ഓളം പെൺകുട്ടികൾ ഇത്തരത്തിൽ ലവ് ജിഹാദിനിരയായി മതം മാറ്റപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ 41 പേരെ മാത്രമേ തിരിച്ചു ലഭിച്ചിട്ടുള്ളൂ എന്ന തരത്തിലുള്ള പരാമർശമായിരുന്നു പി.സി. ജോർജ് നടത്തുകയുണ്ടായത്. മാത്രമല്ല ഈരാറ്റുപേട്ടയിൽ നിന്ന് ചില സ്ഫോടന വസ്തുക്കളൊക്കെ കണ്ടെടുക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇത് കേരളം മുഴുവൻ കത്തിക്കാനുള്ളതാണ് എന്ന രീതിയിലുള്ള പ്രസ്താവനയും ആ പ്രസംഗത്തിലുണ്ടായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു യൂത്ത് ലീഗ് പാലാ DYSPക്ക് പി.സി. ജോർജിനെതിരായിട്ട് പരാതി നൽകിക്കൊണ്ടായത്. പ്രധാനമായിട്ടും മുമ്പത്തെ കേസിൻ്റെ ജാമ്യത്തിൽ നിലനിൽക്കുന്ന ഒരു വ്യക്തിയാണ് പി.സി. ജോർജ്. ആ ജാമ്യത്തിൻ്റെ വ്യവസ്ഥകൾ ലംഘിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് പി.സിയുടെ ഭാഗത്തു നിന്നും തുടർന്നുണ്ടായത് എന്നുള്ള കാര്യമായിരുന്നു പ്രധാനമായിട്ടും ആ പരാതിയിൽ ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. എന്തായാലും പരാതിയിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ തൽക്കാലം കേസെടുക്കേണ്ടതില്ല എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഈ നയത്തിനെതിരായിട്ട് തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് മുസ്ലിം യൂത്ത് ലീഗും വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. കോടതിയെ സമീപിക്കാനാണ് നിലവിൽ യൂത്ത് ലീഗിന്റെ തീരുമാനം. ലക്ഷ്മി.